ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ്, അതായത് എന്ത് കാര്യം ചെയ്യരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്തെങ്കിലും മാറ്റാനായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന രീതിക്കുള്ളതായിരിക്കാം ഒരു വാർണിംഗ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ്. ചില കാര്യങ്ങൾ നമുക്ക് നല്ലതല്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യരുതെന്നോ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ വാർണിംഗ് ആയിട്ട് യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് തരുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള വാർണിംഗ് ഓർ മുന്നറിയിപ്പ് യൂണിവേഴ്സ് എന്താ തരുന്നത് നമുക്ക് നോക്കാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, പേജ് ഓഫ് വാൻഡ്സ് റിവേഴ്സ്, 9 of Cups reverse, 3 of Cups reverse, 7 of Cups upright. Okay. ഇവിടെ ആദ്യം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം മെയിൻലി നിങ്ങളോട് പറയുന്നത്, ഒരു ഓഫർ നിങ്ങൾക്ക് വന്ന് കാണാം. ഓക്കെ, ആ ഓഫർ എന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പണം തന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓഫർ ആയിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു പ്ലാൻ ആരെങ്കിലും പറയുന്നതായിരിക്കാം. അത് ആക്ച്വലി ഒരു ബൗണ്ടറി വയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു അവസരത്തിൻ്റെ കാര്യമാണ്. അത് നല്ലതാണോ അല്ലേ എന്നുകൂടി എനിക്കൊന്ന് ചെക്ക് ചെയ്യാനൊരാഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, ലാസ്റ്റ് കാർഡ്. ഓക്കെ, ഓക്കെ ഫൈൻ. ഐ തിങ്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എനിക്ക് കൺഫർമേഷൻ വേണമായിരുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ഓഫർ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു മേ ബി ഒരു ജോലിയുടെ കാര്യത്തിനായിരിക്കാം, ബിസിനസ്സിൻ്റെ കാര്യത്തിനായിരിക്കാം, ഒരു പ്രപ്പോസൽ, ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ മെസ്സേജ്, ഒരു പേഴ്സൻ്റെ അപ്രോച്ച്, അങ്ങനെയും പറയാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരെങ്കിലും മാപ്പ് പറഞ്ഞു വരുന്ന ഒരു കാര്യം കൂടി എനിക്ക് ഫീൽ ചെയ്തു. കാരണം ടെമ്പറൻസ് വന്നുകൊണ്ട് എവിടെ ഒരു കോംപ്രമൈസിൻ്റെ ഒരു എനർജി എന്നെനിക്ക് തോന്നി. ആരെങ്കിലും മാപ്പ് പറഞ്ഞു വന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, എന്ത് തന്നെ കാര്യത്തിലായാലും. ഓക്കെ, ഒരു ബിസിനസ് തുടങ്ങാം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അത് നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതായിരുന്നു എനിക്കൊന്ന് നോക്കേണ്ടിയിരുന്നത് ഇവിടെ. കാരണം ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ആ അവസരം എടുക്കുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളതിനെ ഒന്ന് ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, എന്നിട്ട് ഇത് നല്ലതാണോ അല്ലേ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ വരുമോ എന്നൊരു വെയിറ്റിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വേറെയും എന്തെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണോ എന്ന രീതിക്ക് ഐ തിങ്ക് നിങ്ങളുടെ മനസ്സ് ഒരുപാട് കൺഫ്യൂഷനിൽ പോകുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദറ്റ് ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ടാണ്, ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് എഫേർട്ട് വേണം, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യണം. സോ എവിടെയോ നിങ്ങളത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോക്രാസ്റ്റിനേഷൻ, ലേസി എന്നൊക്കെ പറയാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മടി തോന്നുക, നിങ്ങൾക്കൊരു പേടി തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, ഗ്രോത്ത് ഉണ്ടാവോ എന്ന മനസ്സിലൊരു ഡൗട്ട് വരുന്നതായിരിക്കാം. എവിടെയോ നിങ്ങൾക്കത് ഇത് നല്ല ന്യൂസ് ആണോ അല്ലേ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലാവും. അല്ലാതെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ തെറ്റല്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് പാസ്റ്റിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 7 of Swords റിവേഴ്സ് സോറി 5 of Swords റിവേഴ്സ് വന്നിട്ടുണ്ട്. സോ മുമ്പ് ഐ തിങ്ക് നിങ്ങൾ അല്ലെങ്കിൽ ടെമ്പറൻസ് റിവേഴ്സ് ഒക്കെ ഉണ്ട്. സോ എവിടെയോ നിങ്ങൾ ഐ തിങ്ക് മുമ്പ് നിങ്ങൾ വലുതൊക്കെ ട്രൈ ചെയ്തിട്ട് നടക്കാതെ പോയി, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് കയറി വന്നിട്ടുണ്ട് ദാറ്റ് ഇത് ശരിക്കും നടക്കുമോ ഇല്ലേ എന്ന രീതിക്ക് ഒരു ചിന്ത. ഓക്കെ, ഞാനിവിടെ പേജ് ഓഫ് വാൻഡ്സ് ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, ബട്ട് അതിന് എടുക്കാൻ നിങ്ങൾ മടിക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയോ നിങ്ങളൊരു മടി പിടിച്ചിരിക്കുന്ന ഒരു ഫീലിംഗും ഉണ്ട് എനിക്ക്. മടി പിടിക്കുക, അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക. ഓക്കെ, പിന്നെ ആലോചിക്കാം എന്ന രീതിക്കൊന്ന് മാറ്റി വയ്ക്കുന്ന പോലെ എവിടെയോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ എനർജി തന്നെ മെയിൻലി ഡൗൺ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് ഇവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നിങ്ങൾക്ക് ചില കാര്യത്തിൽ. ഓക്കെ, മേ ബി ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല എന്നുകൊണ്ടായിരിക്കാം എവിടെയോ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിനോട് തന്നെ ഒരു വിരക്തി ഫീൽ ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഐ തിങ്ക് അതാണ് ഇപ്പോൾ മെയിൻ എനർജി. ഒരു തരം
റിഗ്രറ്റ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, റിഗ്രറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എവിടെയോ മനസ്സ് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിലും താല്പര്യം തോന്നുന്നില്ല. മെയിനായിട്ട് അതാണ്, താല്പര്യമില്ല, ഒന്നും വേണം തന്നെ ഇല്ല. ഓക്കെ, ഐ തിങ്ക് അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ മേ ബി നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന രീതി കാണുന്നുണ്ട് എനർജി. ആരോടും നിങ്ങൾ ഒരു സംസാരിക്കുന്നുണ്ടാവില്ല, അധികം കൂട്ടുകൂടുന്നില്ല. എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വിളിച്ചാൽ തന്നെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. എവിടെയോ ഒരു തരം മനസ്സ് അല്ലാതെ ഒരു ഡിസാറ്റിസ്ഫാക്ഷനിൽ പോയ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ സെവൻ ഓഫ് കപ്സ് ഇവിടെ ഉള്ളത് പറയുന്നത് മേ ബി നിങ്ങൾ കുറേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, ആലോചിച്ച് കൂട്ടുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും. ഓക്കെ, നല്ലതാണോ അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ മുൻപിൽ വന്ന അവസരം നിങ്ങളോട്ട് എടുക്കുന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ ഞാനിവിടെ ചോദിച്ചത് ഇത് നല്ലതാണോ നിങ്ങൾക്ക് എന്നാണ്. ബിക്കോസ് ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഐ തിങ്ക് നിങ്ങളൊരു ശരിക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന വാർണിംഗ് അതാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളിങ്ങനെ ഒരു എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെടും എന്ന രീതിയിൽ ഇവിടെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് പോയിട്ടുണ്ട്, യെസ്, പ്ലാനിങ് ഇല്ല, നിങ്ങൾക്ക് വളരെയധികം ഒരു വിഷമത്തിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ഫീലിംഗിൽ ഇരിക്കുന്ന പോലെയാണ്. മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കാണാം, പാർട്ട്ണർഷിപ്സിൽ പ്രോബ്ലം വന്ന് കാണാം, വീട്ടിലെ ഇഷ്യൂസ് ഉണ്ടാവാം. എവിടെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ എത്ര ചെയ്തിട്ടും ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടില്ല, ഇടയിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പോയ പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്തുകൊണ്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന രീതിക്കാണ്. പേജ് ഓഫ് പെന്റിക്കിൾസ് അപ്രൈറ്റ് പറയുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, അത് നല്ലതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ, മേ ബി ചിലപ്പോൾ എഫേർട്ട് ഇടാൻ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതായത് ആ വർക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ ഹാർഡ് വർക്ക് വേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ മടിക്കുന്നതും ആവാം. സോ എവിടെയോ നിങ്ങളൊരു തരം ശരിക്കും പറഞ്ഞാൽ ഒരല്പം ലേസിനെസ്, ഓക്കെ, മടി എന്നൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ലൈഫിനോട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിരക്തി, അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നതുകൊണ്ടാണ് മോസ്റ്റ്ലി. ഓക്കെ, ബട്ട് മേ ബി മുൻപ് നിങ്ങൾക്ക് കുറച്ച് ഒരു കോൺഫ്ലിക്റ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം മറ്റുള്ളവരുമായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഐ തിങ്ക് നിങ്ങളിപ്പോൾ ഒരു ടയേർഡ് ഫീലിംഗും ഉണ്ട്. നിങ്ങൾക്കിനി ജയിക്കണം എന്നുമില്ല, എനിക്കൊന്നും വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു വല്ലാതൊരു ഒരു ഇത് ഇംബാലൻസ് ആയി പോയിട്ടുണ്ട് നിങ്ങളിപ്പോൾ. എനിക്ക് ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങൾക്ക് വന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. എൻ്റെ ഡേറ്റ് ഓഫ് ബേർത്ത് ഉണ്ടായിരുന്നു. സോ യെസ്, തീർച്ചയായിട്ടും ഇവിടെ ഗ്രോത്ത് നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. ഞാൻ അതൊന്ന് കൺഫേം ചെയ്തായിരുന്നു. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ അതിലൊന്നും റെഡി ആവുന്നില്ല നിങ്ങളതൊന്നും ചെയ്യാൻ. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വാർണിംഗ് ഇതാണ്. ദാറ്റ് നിങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടും. ഓക്കെ, മെയിനായിട്ട് അതാണ്. കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തോ പറയുമല്ലോ, ഒരു കോട്ട്, ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു കോട്ടാണ്, അവസരങ്ങൾ സൂര്യോദയം പോലെയാണ്, കാത്തിരുന്ന് കഴിഞ്ഞാൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, സോ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ. വീണ്ടും സൂര്യോദയം വരും, അത് വേറെ കാര്യം. ബട്ട് എനിവേ, അയ്യോ മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരു ഡേ ഡ്രീമിങ് മാത്രമുണ്ട്. മനസ്സിൽ കുറേ ചിന്തിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല, അതിന് വേണ്ടിയുള്ള ആക്ഷനും എടുക്കണം അല്ലേ. സോ ഇവിടെ നിങ്ങൾ മേ ബി ആരെങ്കിലും ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റിക്കാണാം. ഫ്രണ്ട്സുമായിട്ട് ഐ തിങ്ക് ഇപ്പോൾ ആരോടും നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ആരോടും ഒരു വലിയ കൂട്ടുകൂടാത്ത പോലെ തനിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ഇതിൽ പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മുന്നോട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണൂ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വാർണിംഗ് ഇതാണ്, ദാറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു അവസരം നഷ്ടപ്പെടും. സോ ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, സോറി, കുറച്ച് കാർഡ്സ് കൂടെ എടുത്തേക്കാം. 4 of Swords, 9 of Pentacles, King of Cups reverse, Queen of Swords reverse, Empress. നിങ്ങൾക്ക് ഗ്രോത്ത് വരാനുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് കം ഔട്ട് ഓഫ് ദിസ് കൺഫ്യൂഷൻ. ഓക്കെ, ഈ കൺഫ്യൂഷൻ്റെ സമയത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരൂ, മനസ്സിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ പുറത്തു വരൂ. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചോയ്സ് എടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല, നിങ്ങൾ തീരുമാനം എടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല, നിങ്ങൾ എന്തുകൊണ്ടോ എല്ലാം മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടില്ല, ന്യായം വരില്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടാണ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് ഐ തിങ്ക് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. അഗൈൻ സെയിം എനർജിയാണ് വരുന്നത്. നിങ്ങൾ വല്ലാതെ മാറി നിൽക്കുന്നുണ്ട് എല്ലാത്തിൽ നിന്നും. നിങ്ങൾക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, ബട്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്യുകയാണ്. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അത് ഈ ഒരു അവസരം നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്കൊരു പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി വരും എന്നാണ് പറയുന്നത്. ബട്ട് യു ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ്. ഓക്കെ, അതെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ നഷ്ടമാവും, വൻ നഷ്ടമായി പോവും. ഇവിടെ ഇപ്പം നിങ്ങൾ ആക്ച്വലി റാഷണലായിട്ടല്ല ചിന്തിക്കുന്നത്.
നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങളെവിടെ ഇമോഷൻസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്, ഇമോഷൻസിനെ കൺട്രോൾ കൊണ്ടുവരാം, നിങ്ങൾ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഓക്കെ, അഗൈൻ ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ്. നിങ്ങൾ കൂടുതൽ അഗൈൻ ഇവിടെയും എല്ലാം പറയുന്നത് ഇമോഷണലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരൂ. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ യെസ്, നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് വരാനുണ്ട്. അഗൈൻ സെയിം കാർഡാണ്, നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് പ്രത്യേകിച്ച് കരിയർ വൈസ് അല്ലെങ്കിൽ ഈവൻ ഫൈനാൻഷ്യലി എന്ത് തന്നെയായാലും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്സിലായാലും ശരി. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസ് വരും, അതിൽ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങളത് എടുക്കാൻ തയ്യാറാവുന്നില്ല. സോ യൂണിവേഴ്സ് പറയുന്നത് എന്തെങ്കിലും മനസ്സിൽ വിഷമങ്ങളോ കാര്യങ്ങളോ നിങ്ങളെ ഡൗൺ ആക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരൂ എന്നാണ് പറയുന്നത്. അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്, സ്റ്റാർട്ട് ടേക്കിംഗ് ഇറ്റ്, ഇല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടും. ഓക്കെ, പിന്നീട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള വാർണിംഗ്. ഇനി വെയിറ്റ് ചെയ്തിരിക്കരുത്. എന്തെങ്കിലും അവസരം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുക, അല്ലേ, തേടി കണ്ടുപിടിക്കുക, അവസരങ്ങൾ കണ്ടുപിടിക്കുക. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ലൈഫിനെ മാറ്റാൻ പറ്റുക എന്ന് നിങ്ങൾ തന്നെ അവസരങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വരും. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ വരും. അവോയ്ഡൻസ് എന്താ ചെയ്യുന്നത്? ലിമിറ്റിംഗ് ബിലീഫ്സ്, യെസ്. അൺമാസ്കിംഗ് ട്രൂത്ത്, ഓക്കെ. ഹാവിംഗ് ഹോപ്പ്, വെരി ഗുഡ്. ഒന്ന് കാർഡ് കൂടി. ജംബിൾഡ് തോട്ട്സ്, self reflection. Looking inward helps you see what to improve and make better choices. അവയർനെസ്, ഇംപ്രൂവ്മെൻറ്റ്. സി അഗൈൻ 7 of Cups കാർഡാണ് നമ്മൾ പറയുകയാണെങ്കിൽ. ആക്ച്വലി ഇതിലും 7 of Cups ആയിട്ട് നമുക്ക് എടുക്കാം. ബിക്കോസ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്, ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറേ ചിന്തകളിൽ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്, നമ്മൾ ഡ്രീം ചെയ്ത് കൂട്ടുന്നുണ്ട്, പക്ഷെ ഒന്നിനും ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾ. കാര്യം നിങ്ങൾക്കൊരു മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ പറയുന്നത് നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, സെൽഫ് റിഫ്ലക്ഷൻ. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് അവനവൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചോയ്സ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ അവോയ്ഡൻസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ നടക്കുന്ന പോലെയാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുമ്പിൽ വരുന്ന അവസരം എന്തുകൊണ്ടോ എന്നല്ല, നിങ്ങൾക്ക് ഐ തിങ്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന എന്താ വെച്ചാൽ ലിമിറ്റിംഗ് ബിലീഫ്സ്. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്ന രീതിക്ക് യു ബിക്കം വാട്ട് യു ബിലീവ്. ഓക്കെ, മൈൻഡ് സെറ്റ്, സെൽഫ് റിയലൈസേഷൻ. അഗൈൻ സെയിം തിങ്, സെൽഫ് റിഫ്ലക്ഷൻ, സെൽഫ് റിയലൈസേഷൻ. നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, ആൻഡ് എവിടെയോ റിയലൈസ് ചെയ്യാതെ അല്ല, ഐ തിങ്ക് എവിടെയോ നഷ്ടപ്പെട്ടു. ഇടയിൽ ആ ക്വീൻ ഓഫ് വാൻസ് നേരത്തെ റിവേഴ്സ് വന്നത്, എവിടെയോ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നഷ്ടപ്പെട്ടു. അത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ പോയ പോലെയാണ്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവസരങ്ങൾ മുൻപിലുണ്ട്. നിങ്ങളുടെ തന്നെ ബിലീഫ്സ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അതായത് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് മുൻപ് ലോസ് വന്നിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചാൽ അത് നിങ്ങളുടെ ആ ലിമിറ്റ് ചെയ്യാണ് നിങ്ങളെ. ഓക്കെ, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന പോലെയാണ്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ടേക്ക് ആക്ഷൻ. ഓക്കെ, ആൻഡ് ഇവിടെ അൺമാസ്കിംഗ് ട്രൂത്ത്, ഐ സീ ഓൺലി വാട്ട് ദ മൈൻഡ് ഇസ് പ്രിപ്പയർഡ് ടു നോ. ഈ കാർഡ് നോക്കൂ, ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറല്ല. ഓക്കെ, ഇവിടെ കണ്ണ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് കണ്ണ് ഓപ്പൺ ചെയ്ത് ഓപ്ഷൻസ് കാണൂ, നിങ്ങളുടെ മുമ്പിൽ തീരുമാനങ്ങൾ എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഇവിടെയും കണ്ണടയാണ്, കണ്ടോ, ഇതൊക്കെയാണ് മാച്ച് വരുന്നത്. നോക്കൂ, കണ്ണ്. സോ ഇവിടെ കണ്ണ് കെട്ടിയിട്ടിരിക്കുകയാണ് ഒരാൾ, ഇവിടെ കണ്ണ് തുറന്ന് കാണൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ, തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും അതൊക്കെ. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണെന്നുള്ള ആദ്യം തിരിച്ചറിയുക. എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ വൈ യു ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ്, ആലോചിച്ച് നോക്കൂ, എന്താണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്, അതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കൂ. ഓക്കെ, ആൻഡ് ഇവിടെ തോട്ട്സ്, നിങ്ങൾക്ക് മൈൻഡ് വളരെ ക്ലൗഡഡ് ആണ്, കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട്, ആൻഡ് എസ്കേപ്പ് കാണുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അവോയ്ഡൻസ് അതാണ്, നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറിപ്പോകാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊന്നും ഫേസ് ചെയ്യാൻ വയ്യ ഇപ്പോൾ. ഓക്കെ, നിങ്ങളിവിടെ ഒരു തരം അവോയ്ഡിങ് ആണ് ഈ എനർജി പറയുന്നത്. നിങ്ങളൊരു ഒളിച്ചോട്ടം, യെസ്, അതിൻ്റെ വാക്കതാണ്, ഒളിച്ചോട്ടമാണ് ഇവിടെ. അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ അതാണ്, നിങ്ങൾ ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. കാര്യങ്ങളെ മുൻപിൽ ഫേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, എത്ര വിഷമം ഉള്ളിലുണ്ടെങ്കിലും ശരി, ഓക്കെ, നമ്മൾ ആ കരഞ്ഞുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു തരം നമ്മൾ വിശ്വസിപ്പിക്കലാണ്. ഒരു ഇതാണ് നമ്മൾ പറയില്ലേ, മനസ്സിനെ വിശ്വസിപ്പിക്കുക, ഞാൻ ഓക്കെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് അവനവനോട് ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ്. ഓക്കെ, ഹാവിങ് ഹോപ്പ്, നാവിഗേറ്റ് യുവർ ഷാഡോസ് വിത്ത് കമ്പാഷൻ ആൻഡ് ജെന്റിൽനെസ്. ഹാവിങ് ഹോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ഒരു മോശപ്പെട്ട വ്യക്തികളായിട്ടല്ല അത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അവനവനോട് ഒരു സ്നേഹത്തോടെ, നിങ്ങളുടെ വേദനകൾ, യെസ് ഉണ്ട്, വേദനകളുണ്ട്, ബട്ട് അതിനെ മറികടക്കാൻ നിങ്ങൾ തന്നെ അവനവനെ തന്നെ ഒന്ന് കെയർ ചെയ്ത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, അവനവനോട് സ്നേഹം കാണിക്കുക, അവനവനോട് കെയർ കാണിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് മാറ്റി വരാനാണ് പറയുന്നത്. ഹോപ്പ് വയ്ക്കൂ, പ്രതീക്ഷ വയ്ക്കൂ എന്നാണ്, പ്രതീക്ഷ കൈവിടരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ മെസ്സേജ് ഇതാണ്, മെയിൻലി വാർണിംഗ് ഇതാണ്.
നിങ്ങൾക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാണ്. ഓക്കെ, അതെടുക്കൂ, മുന്നോട്ട് ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത്. അവസരങ്ങൾ നിങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നഷ്ടപ്പെടും. ഓക്കെ, സോ ബി വെരി കെയർഫുൾ എന്നൊരു വാർണിംഗ് ആണ് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.